സുദീപിന്റെ അമ്മയാ. അവനൊന്ന് കാണാൻ പറ്റുമോ? ഇരിക്കൂ, ഇപ്പൊ വിളിക്കാം. പക്ഷെ അധികം സമയം എടുക്കരുത്. അമ്മ. കണ്ണാ, നിനക്ക് സുഖാണോ? അമ്മ, എനിക്ക് എന്നാ വീട്ടിലേക്ക് പോരാൻ പറ്റുക? അതറിയില്ല മോനെ. അമ്മ, ഞാനും വരുന്നു അമ്മ. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല അമ്മ. എന്നെ കൂടെ കൊണ്ടുപോ അമ്മ. മതി, സമയം തീർന്നു. അച്ഛാ, എനിക്കിന്ന് കുറച്ച് പൈസ വേണം. പൈസയോ? നിനക്കെന്തിനാ അത്ര പൈസ? നിന്റെ ഫീസൊക്കെ ഞാൻ അടച്ചതാണല്ലോ. അതെന്റെ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനാ. അച്ഛാ, എനിക്കിന്നൊരു 4000 കൂടി വേണം. എന്തിനാ മോനെ നിനക്കിപ്പോ 4000 രൂപ? ഈ വീടിന്റെ അവസ്ഥയൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ? എല്ലാവർക്കും എല്ലാം ഉണ്ട്, എനിക്ക് മാത്രം ഇവിടെ ഒന്നുമില്ല. ഇവിടെ എന്നും ദാരിദ്ര്യത്തിന്റെ കണക്ക് മാത്രമേ കേൾക്കാറുള്ളൂ. എന്റെ ആവശ്യങ്ങൾ നിങ്ങളോടല്ലാതെ പിന്നെ ഞാൻ ആരോട് പറയും? മോനെ, നീ ആരോടാ ദേഷ്യപ്പെടുന്നതെന്ന് ഓർമ്മയുണ്ടോ? അത് നിന്റെ അച്ഛനാ.
എനിക്ക് നമ്മുടെ മോന്റെ കാര്യം ആലോചിക്കുമ്പോ ഒരു പേടി പോലെ. എന്തേ നിനക്കിപ്പോ അങ്ങനെ തോന്നാൻ? അവനിപ്പോ പഴയ പോലെ ഒന്നല്ല. അവന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു മാറ്റം. നമ്മൾ പറയുന്നതൊന്നും അവൻ ശ്രദ്ധിക്കുന്നില്ല. എന്തെങ്കിലും പറഞ്ഞ അപ്പൊ ദേഷ്യപ്പെടും. അത് മാത്രല്ല, അവനിപ്പോ പഴയതുപോലെ പഠിക്കാനൊന്നും ശ്രദ്ധ കാണിക്കുന്നില്ല. തോന്നി. പറഞ്ഞു മനസ്സിലാക്കിയേ പറ്റൂ. മോനെ, നീ നന്നായി പഠിക്കുന്നില്ലേ? വായനയൊന്നും ഇപ്പോ കേൾക്കാറില്ലല്ലോ. അതൊന്നും കുഴപ്പമില്ല അച്ഛാ, ഞാനൊക്കെ പഠിക്കുന്നുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. സുദീപിന്റെ അമ്മയല്ലേ? കുട്ടിയുടെ കോളേജിലെ പ്രിൻസിപ്പളാണ് ഞാൻ. എന്താ മാഡം? ഐ തിങ്ക് അവന്റെ സ്വഭാവത്തിലെ ചില മാറ്റങ്ങൾ ഞങ്ങളെ പോലെ തന്നെ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അവന്റെ കൂട്ടുകെട്ടുകൾ പലതും അത്ര ശരിയല്ല. ശ്രദ്ധിക്കണം. എനിക്കൊന്ന് നിങ്ങളെ നേരിൽ കാണണം. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു ദിവസം കോളേജിലേക്ക് വരണം. ശരി മാഡം, വരാം. ഹലോ, സുകുമാരനല്ലേ? അതെ, ആരാ? ഞാൻ ടൗൺ SI ആണ്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ സംയമനത്തോടെ കേൾക്കണം. ഡ്രഗ്സ് ഇടപാട് നടത്തുന്ന ഗ്യാങ്ങിൽപ്പെട്ടവരെ പോലീസ് പിടിച്ച കൂട്ടത്തിൽ നിങ്ങളുടെ മകൻ സുദീപും ഉണ്ട്. സ്റ്റേഷൻ വരെ ഒന്ന് വരണം. സാർ, അവരോട് ഒന്നും പറയൂ സാർ. സാർ, എന്റെ മോൻ തെറ്റൊന്നും ചെയ്യില്ല. അവൻ പാവാണ് സാർ. അവനെ ഞങ്ങൾ അങ്ങനെ വളർത്തിയതാ. ഒന്നും പറയൂ സാർ. ഇതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വ്യക്തമായ തെളിവുണ്ട്. ഇത് ചെറിയ കുറ്റമല്ല. റിമാൻഡ് ചെയ്യുകയാണ്. ബാക്കി ഇനി കോടതി തീരുമാനിക്കും. സാറേ, എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ പറ്റിയൊരു തെറ്റല്ലേ? ഒരു ജന്മം കളയല്ലേ? ഒന്ന് ക്ഷമിച്ചൂടെ? ഞങ്ങൾക്ക് അവനേ ഉള്ളൂ. കരിങ്കല്ലടിച്ചും രാപ്പകൽ വിയർപ്പ് മൊഴുക്കി അവന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ. അവൻ പോയാ ഞങ്ങൾക്ക് ആരുമില്ല സാറേ. അവന് കൊടുക്കാതെ ഞങ്ങൾക്ക് പച്ചവെള്ളം കൂടി ഇറങ്ങില്ല സാറേ. നിങ്ങൾക്കും കുട്ടികളും മക്കളും ഒക്കെ ഉള്ളതല്ലേ? പെറ്റ വയറിന്റെ വേദന കാണാതെ കൊണ്ടുപോകല്ലേ സാറേ, കൊണ്ടുപോകല്ലേ സാറേ. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നല്ലൊരു വക്കീലിനെ കണ്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അന്വേഷിക്കൂ. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റം ചെയ്തു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിനാൽ പ്രതിക്ക് 10 വർഷത്തെ ജയിൽവാസവും 1 ലക്ഷം രൂപ പിഴയായി അടയ്ക്കുവാനും ഈ കോടതി ഉത്തരവിടുന്നു. സാറേ, ഒന്ന് പോട്ടെ സാറേ. അവന് വിശക്കുണ്ടാവും സാറേ, വിശക്കുണ്ടാവും സാറേ. അവനൊന്നും കഴിച്ചു കാണില്ല സാറേ.
എന്റെ മോന് വിശപ്പ് സഹിക്കില്ലേ സാറേ? സാറേ, അവനിഷ്ടപ്പെട്ട ദോശയും ചമ്മന്തിയും ഒക്കെ ഉണ്ട്. എവിടെ? ഞാൻ വെച്ചാണല്ലോ. ജാനകി, എവിടെ? ഇത് നീ കണ്ടോ? സാറേ, ഒന്ന് വിട് സാറേ അവന്. സാറേ, ഞാനൊന്ന് പോട്ടെ സാറേ. മോനെ, ഞാൻ കൊണ്ടുവരാട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കൊണ്ടുവരാം. സാറേ, ഒന്ന് വിട് സാറേ. സാറേ, ഒന്ന് കടത്തി വിട് സാറേ. സാറേ, ഒന്ന് കടത്തി വിട് സാറേ. എന്റെ ദൈവങ്ങളെ, നെഞ്ചിലെ പാലാഴി എന്നിലേക്ക് എത്തിച്ചു പുഞ്ചിരി തൂകുന്നതമ്മ. മുന്നോട്ടു ഞാൻ എന്റെ കാലടികൾ വയ്ക്കുമ്പോൾ പിന്നിലൊരു പ്രാർത്ഥനയമ്മ. തളരാത്ത ചുമലാളച്ചൻ വെയിലേറ്റും നൽകിയ മരമാണച്ചൻ. മഴയത്തും നനയ്ക്കാത്ത കുടയാണച്ചൻ. ത്യാഗമേ